ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വെറും 10 മിനിറ്റിൽ വെള്ളയപ്പത്തിന് നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ സവോളയും ഒരു പച്ചമുളകും ചേർക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് വാടണം. ഞാൻ ഇതിനകത്ത് വളരെ ചെറിയൊരു സവോളയാണ് എടുത്തത് കേട്ടോ. ഇപ്പോൾ നമുക്ക് കുഞ്ഞ് സവോള വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി. ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറണം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളി വെന്ത് കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ 3 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല. ജസ്റ്റ് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഗ്രേവി ഒത്തിരി ലൂസായി പോകും. കറക്റ്റ് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിക്കാം. അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകും. അതുപോലെ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനകത്തേക്ക് നന്നായിട്ട് ഗ്രേവിയൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാവണം. അപ്പോൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഈ കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ടേ തുറക്കാവുള്ളൂ കേട്ടോ. വിസിൽ വന്ന് പിന്നെ ഉടനെ തന്നെ തുറക്കരുത്. ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടോ. കറിയൊക്കെ ആവശ്യത്തിന് കുറുകി, ഉരുളക്കിഴങ്ങൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.